മീനുകുട്ടി സ്കൂളിൽ നിന്ന് വന്നിട്ട് ലഞ്ച് ബോക്സും സ്നാക്ക് ബോക്സും വാട്ടർ ബോട്ടിലും എല്ലാം കഴുകാൻ വേണ്ടി കൊണ്ടുവെക്കുന്നുണ്ട് കേട്ടോ. അത് സ്ഥിരം പരിപാടിയാണ്. വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതെല്ലാം എടുത്ത് കൊണ്ടുവെക്കുവേ. അങ്ങനെ അതെല്ലാം എടുത്ത് കൊണ്ടുവച്ച് കയ്യെല്ലാം കഴുകുമ്പോഴേക്കും നമ്മളെ കുട്ടാപ്പി ഇതാ റെഡിയായി നിൽക്കുന്നുണ്ട് കേട്ടോ. അത് പിന്നെ അങ്ങനെയാണ് കേട്ടോ. എപ്പോഴായാലും മീനുകുട്ടി വരുമ്പോഴേക്കും കുട്ടാപ്പി അവിടെ പ്രസൻ്റ് ആയിരുന്നിട്ടുണ്ടാവേ. പിന്നെ മീനുവിന് അതിനോട് കുറേ കാര്യങ്ങൾ ചോദിക്കാനും അതിനോട് കുറേ കാര്യങ്ങൾ പറയാനും എല്ലാം ഉണ്ടാവും കേട്ടോ. അതെല്ലാം കേട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അതിന് പിന്നെ അതെല്ലാം കേട്ട് ഇങ്ങനെ കിടക്കാനല്ലേ പറ്റുള്ളൂ. മ്യാവ് മ്യാവ് നാക്കാനല്ലാണ്ട് വേറെ ഒന്നും ഇങ്ങോട്ടേക്ക് പറയാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് തന്നെ കുട്ടാപ്പി എല്ലാം സഹിച്ചിരിക്കും കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് മീനുകുട്ടി കുറച്ച് നേരം ടി വി എല്ലാം കണ്ടതിന് ശേഷം ഒരു അരമണിക്കൂർ ടി വി ആണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് പറമ്പിലേക്ക് ഇറങ്ങി. പുളി മരത്തിൽ ഒരുപാട് പുളിയെല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ താഴെ വീണിട്ടുണ്ടോ നോക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതാണ്. പക്ഷേ പുളിയൊന്നും കിട്ടിയില്ല കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു പൂക്കളുണ്ടല്ലോ, ഈ പച്ചപ്പുലിയിൽ ഇങ്ങനെ വിരിഞ്ഞിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഓണത്തിന് ഞാൻ ഏറ്റവും കൂടുതൽ പറിച്ചിട്ട പൂക്കളാണ് കേട്ടോ. ഇത് വേറെ പൂക്കളൊന്നും അങ്ങനെ കാര്യമായിട്ടില്ലാത്ത ഉടനെ ഇതും ശംഖുപുഷ്പമാണ് കേട്ടോ കൂടുതൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഓണക്കാലത്തെ എൻ്റെ രക്ഷകരായിരുന്നു കേട്ടോ ഈ പൂക്കൾ. വൈകുന്നേരത്തെ സമയത്ത് ഇങ്ങനെ പറമ്പിലേക്കൂടെ നടക്കാൻ തന്നെ ഒരു രസമാണല്ലേ. മീനുകുട്ടി ഇതായി പൂക്കളെല്ലാം പറിച്ചിട്ട് തോട്ടിൽ ഒഴുക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അതിലൊരു കുഞ്ഞു പ്രാണി ഉണ്ടാകും. അതിനെ എടുത്തോ വീഡിയോ എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് ഞാനൊരു വീഡിയോ എടുത്തതാണ്. അങ്ങനെ പൂക്കളെല്ലാം പറിച്ചത് ആ തോട്ടിലേക്ക് ഒഴുക്കി വിടുന്നുണ്ട് കേട്ടോ. നമ്മളും കുട്ടിക്കാലത്തൊക്കെ ചെയ്തിട്ടുള്ള ഒരു പരിപാടിയല്ലേ ഇത് അല്ലേ. ഞാനൊക്കെ സ്കൂളിൽ പോകുന്ന വഴിക്ക് ഒരു തോടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ തോട്ടിൽ ഇങ്ങനെ പൂക്കളും ഇലകളും ഒക്കെ പറിച്ചിട്ട് ഓണ്ടാന്നേ സ്കൂളിലേക്ക് പോവുക. അങ്ങനെ അമ്പലത്തിൽ 5:30 ആയപ്പോൾ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കേൾപ്പിച്ചാൽ കോപ്പിറൈറ്റോ മറ്റോ വരുമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ കേൾപ്പിക്കാത്ത. നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള അമ്പലമാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ വീണ്ടും കറങ്ങി തിരിഞ്ഞ് വീട്ടിൻ്റെ മുറ്റത്തേക്ക് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനും മീനുകുട്ടിയും കൂടി ഒരു ഗെയിം കളിച്ചേ. എന്താ ഗെയിമെന്ന് വെച്ചാൽ ഇൻ്റർലോക്കിൻ്റെ ആ ഒരു വൈറ്റ് പോർഷൻ ഉണ്ടാവുമല്ലോ, അതിൽ മാത്രം ചവിട്ടി നടക്കണം. അതാണ് കേട്ടോ ഗെയിം. അങ്ങനെ മീനുകുട്ടി കളിച്ചു, പിന്നെ ഞാനും കളിച്ചു കേട്ടോ. ഞാൻ കളിക്കുന്ന കണ്ടപ്പോൾ മീനുകുട്ടി ഭയങ്കര ചിരിയായിരുന്നേ. പിന്നെ കുട്ടികളെ കൂടി ഇങ്ങനെയെല്ലാം കളിക്കുമ്പം അവർക്കും ഒരു സന്തോഷം, നമുക്കും ഒരു സന്തോഷം അല്ലേ. ഞാൻ കളിക്കുന്ന വീഡിയോ മീനുകുട്ടിയാണ് എടുത്തിട്ടുണ്ടായിന്. അതുകൊണ്ട് തന്നെ കുറച്ച് ഷെയ്ക്കായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ 2-3 മാസം മുന്നേ കൊമ്പുകുത്തിയ ചെമ്പരത്തിയിൽ പുതിയ ഇലകളും പൂക്കളും എല്ലാം വിരിയാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ഓണത്തിൻ്റെ സമയത്ത് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ, ചെമ്പരത്തിയൊന്നും പൂവിടാൻ വേണ്ടി ഇല്ലാത്തതുകൊണ്ട്. ഇപ്പോൾ പൂക്കളൊക്കെ വീണ്ടും വിരിഞ്ഞിട്ട് കാണുമ്പോൾ നല്ല സന്തോഷമുണ്ട് കേട്ടോ. ഈ കാണുന്ന വീഡിയോസ് എല്ലാം മീനുകുട്ടി എടുത്തതാണ്. മീനുകുട്ടി ഇങ്ങനെ ഓരോ പൂക്കളെല്ലാം പിടിച്ചിട്ടുള്ളതും അങ്ങനെയൊക്കെ വെറുതെ എടുത്തതാണ് കേട്ടോ. ഞാനിങ്ങനെ വീഡിയോസൊക്കെ എടുക്കുന്ന കാണുമ്പോൾ അവൾക്കൊരു ആഗ്രഹം, അങ്ങനെ എടുത്തതാണ്. പിന്നെ നമ്മൾ നേരെ അകത്തേക്ക് വന്ന് മീനുകുട്ടീൻ്റെ ഒരു ബുക്കൊക്കെ എടുത്ത് ബാൽക്കണിയിൽ പോയിരുന്നേ. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.